23,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഒരു 23,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പില് സ്പോർട്സ് വണ്ടിയാണ്. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കളറും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്നു. എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. വണ്ടിയാണ് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് വണ്ടി. ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിളിഫ്രോഡിന്റെ അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കാർ എക്സ്പെർട്ട് യൂസ് കാർ ഷോറൂമിലാണ്. നമ്മൾ എപ്പോഴും വന്നെടുക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ഥലം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സക്കല്ലായിരുന്നു നിൽക്കണ്ടായിരുന്നത്, പട്ടാളം മാർക്കറ്റിന്റെ തൊട്ടടുത്ത്. നല്ല വെയിലുണ്ട്, തൊട്ടടുത്തായിരുന്നു. ഇപ്പൊ അത് നമുക്ക് മാറി വിയൂരാണ്. വിയൂര് പള്ളിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ കാർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ യൂസ് കാർ ഷോറൂം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മാപ്പിൽ ഇവിടെ കിട്ടും. നമ്മുടെ രാജേഷാണ് പറഞ്ഞു തരുന്നത്. ആളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാലാണ് നമുക്ക് അടുത്ത അപ്ഡേഷൻസ് വരുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്, കാരണം പറഞ്ഞത്. അപ്പൊ അടിപൊളിയാണ്. ചെറിയ ചെറിയ നല്ല കുഞ്ഞ് ബഡ്ജറ്റില് ഫാമിലി കുഞ്ഞൊക്കെ പറ്റിയ അടിപൊളി വണ്ടികൾ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സമയം കളയുന്ന വീഡിയോ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാറുകൾ കിടക്കുന്നുണ്ട്. ഡാൻഷേട്ടൻ കൂടെ ഉണ്ട് കേട്ടോ. ഡാൻഷേട്ടൻ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ചെറിയൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടികൾ വീണ്ടും കയറിയിട്ടുണ്ട് അല്ലേ? വണ്ടികൾ ഒരുപാട് കയറിയിട്ടുണ്ട്. നമുക്ക് കുറെ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളുണ്ട് അല്ലേ? ഒരു ഓട്ടോമാറ്റിക് ഞാൻ കണ്ടു ഇവിടെ. ഒന്ന് വീഡിയോക്ക് പോലെ തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് എവിടെ തുടങ്ങണ്ടേ? ആൾട്ടോ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ആൾട്ടോ 2005 മോഡല്. 2005 അല്ലേ? LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. വേറൊന്നും കുഴപ്പമില്ല. 2005 ടെസ്റ്റ് അടുത്ത ഈ വർഷം 6 മാസം അല്ലേ? ഓക്കെ, മേജറായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ടെസ്റ്റ് നമ്മുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് അല്ലേ? പവർ സ്റ്റിയറിംഗ് ആണ്. വർക്കിംഗ് ആണ് അല്ലേ? നല്ല വെയിലുണ്ട് കേട്ടോ. എത്ര പറയണ? 70,000 രൂപ. 70 രൂപ പറയുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ലോൺ കിട്ടില്ല അതുകൊണ്ടല്ലേ? ലോൺ കിട്ടില്ല, ചെറിയ എമൗണ്ട് ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് 2012 മോഡല് ഷെവർലെയുടെ യുവ എന്ന് പറഞ്ഞ ഡീസൽ വണ്ടി. ഡീസൽ ബെസ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ ബെസ്റ്റ് വണ്ടി. നല്ല മൈലേജ് ഉള്ള, നല്ല മൈലേജ് ഉണ്ട്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? സിംഗിൾ യൂസ് ആണ്. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70,000 ഓടിയിട്ടുള്ളൂ. ഇനി കംപ്ലൈൻസ് ഒക്കെ എന്തെങ്കിലും ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് വരില്ല. 10-20 മൈലേജ് 22-23 കിട്ടും. മാനുവൽ ഉണ്ടല്ലോ അത്? മാനുവല്, സിംഗിൾ യൂസ്, 4 ടയർ പുത്തൻ. ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാം ഇതിന്റെ ഫീലിംഗ്. ഷെവർലെയുടെ ഒരു ക്വാളിറ്റി ഫീലിംഗ്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ AC എല്ലാം ഓക്കെ ആണല്ലേ? അതെ അതെ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS ഒക്കെ ഉണ്ട്. 14 ഇഞ്ച് ടയർ ഒക്കെ ഉണ്ട് അല്ലേ? സൈസ് ഓക്കെ. എത്ര പറഞ്ഞ? 1.75 പറയുന്നുള്ളൂ. 1,75,000 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കാരണം 2012 ഒരു ഡീസൽ വണ്ടി ഈ വിലക്ക് വേറെ കിട്ടില്ല. ക്വാളിറ്റി ഉള്ള, സ്പേസ് ഉള്ള, മിനി SUV ലുക്ക് ഉള്ള ഒരു വണ്ടിയാണ്. അതെ അതെ, കുറച്ചുകൂടി കിട്ടുന്നുണ്ട് അല്ലേ? ലോങ് ഡ്രൈവിലൊക്കെ ബെസ്റ്റ് വണ്ടിയാണ്. ബെസ്റ്റ് വണ്ടി. 10-22 മൈലേജ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡീസൽ ഓടിയാലും നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യില്ല. ഇതോ? ഇത് വന്നിട്ട് ബീറ്റ് പെട്രോള് 2011 മോഡല്. 11 ബീറ്റ് അല്ലേ? 80,000 കിലോമീറ്റർ ഓടിക്കണ 3ാമത്തെ ഓണർ ആയിട്ടുള്ള വണ്ടി. വണ്ടി നീറ്റാണ്, ഓടിക്കാനൊക്കെ നല്ല മേജറായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. 15-16 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മേജറായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ഡോർ പവർ വരുന്ന മോഡൽ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. LS അല്ലേ? എത്ര പറഞ്ഞിട്ടോ? 1 ലക്ഷം രൂപ പാർട്ടി പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 2015 മോഡല് ആൾട്ടോ 800. അതെ, 15 മോഡല്, സിംഗിൾ യൂസ് ആണ്. 70,000 കിലോമീറ്റർ ഓടിക്കുന്നു. 70 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി 2 ലക്ഷം രൂപ പാർട്ടി പറയുന്നത് നെഗോഷ്യബിൾ ആണ്. 2 ലക്ഷമാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 15,000 നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ലോണും കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ, ലോണും ഇതിൽ കിട്ടും. ഇതില് നമുക്ക് ഫ്രണ്ട് ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ലേ? AC വർക്കിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എത്ര പറഞ്ഞ? 2 ലക്ഷം അല്ലേ? 2 ലക്ഷം. ഇതിൽ ലോണും കിട്ടും നിങ്ങൾക്ക്, എക്സ്ചേഞ്ചും കാര്യങ്ങളുണ്ട്. ഇനി ഇതോ? 2008 മോഡല്,
സെന്നസ്റ്റിലോ 2028 വരേക്ക് 28 വരേക്ക് എല്ലാം 28 വരേക്ക് ടാക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല യാത്രാസുഖം ഉണ്ട്. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ് അല്ലേ? എഞ്ചിൻ വൈസ് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. LXi എന്ന് പറയുമ്പോൾ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഫ്രണ്ട് ആൻഡ് ഡോർ പവർ വിൻഡോ വരുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണല്ലോ അല്ലേ? നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര 1.15 പാർട്ടി പറഞ്ഞിട്ടുള്ളൂ. 1.15 പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നെഗോഷ്യബിൾ ആണ്. നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത 2009 മോഡൽ ആൾട്ടോ, ഫുൾ ഓപ്ഷൻ തന്നെ, AC, പവർ സ്റ്റിയറിംഗ് ആയിട്ടുള്ള നല്ല വണ്ടി. പവർ വിൻഡോ വരുന്നില്ലേ? ഇല്ല, ആൾട്ടോയില് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. നീറ്റ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. നീറ്റ് വണ്ടിയാണ്. ഇരിക്കണതല്ല, സിംഗിൾ ഓണറാ? രണ്ടാമത്തെ ഓണർ. എത്ര പറഞ്ഞ ഓട്ടം? ഇത് 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. മേജറായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത്, സസ്പെൻഷൻ ഒക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. പാർട്ടി ഇതിന്റെ ക്ലച്ച് ഒക്കെ മാറി ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ നല്ല ടയറാണ്. എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യണ്ട. പെട്രോൾ അടിക്കുക, ഉപയോഗിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? എത്ര പറഞ്ഞാ ചേട്ടാ? നമുക്ക് 1.15 1.5 സെറ്റ് ആക്കാം അല്ലെ? 1,15,000. അടുത്ത് നമുക്ക് ഇത് ആൾട്ടോ കേട്ടൻ 2012 മോഡല്. 12 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലെ? നല്ല ബോഡി ഷേപ്പുള്ള നല്ല വണ്ടി. ഇന്റീരിയർ ഒക്കെ നല്ല ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ്. അല്ല, AC, ഫ്രണ്ട് ആൻഡ് ഡോർ പവർ വിൻഡോ, എല്ലാ കാര്യങ്ങളും സിസ്റ്റം, പവർ സ്റ്റിയറിംഗ്, എല്ലാ ടയർ ഭാഗങ്ങളായാലും കുഴപ്പമില്ല, നീറ്റ് ആയിട്ടിരിക്കും. എത്ര പറഞ്ഞു? ഇത് 1.80. 1,80,000. എല്ലാം ലോണൊക്കെ കിട്ടില്ല? ലോൺ ചെയ്ത് കൊടുക്കാം. എക്സ്ചേഞ്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാർ എക്സ്പെർട്ടില്. ഇനി ഇത് 2008 മോഡല് സെന്നസ്റ്റിലോ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. നമ്മൾ വേറെ സെന്നസ്റ്റിലോ കണ്ടു. അത് LXi ആണ്, ഇത് VXi ആണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, AC. ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ക്വാളിറ്റി. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, അതുപോലെ മ്യൂസിക് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോള്, ഇന്റീരിയർ ഒക്കെ നല്ല വർക്കിംഗ് ആണ്. 62 ഓടിയിട്ടുള്ളൂ അല്ലേ? 62 ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്, നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാ ചേട്ടാ? ഇത് 1.25. 1,25,000. അതേ പറഞ്ഞ 2 ലക്ഷത്തിനുള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട്. 2 ലക്ഷത്തിനുള്ളിൽ ഫുൾ വണ്ടികൾ ക്യാപ്ഷനുള്ള വണ്ടി. ഇനി ഇതോ 2009 മോഡല്, രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. പേപ്പർ ടാക്സ് ഉണ്ട്. 5 വർഷത്തിലേക്ക് ഉണ്ട്. ടയർ ബാങ്കളാണെങ്കിലും നല്ല ടയറാണ്. സ്പോർട്സ് ഫുൾ ഓപ്ഷൻ. അല്ലേ? 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ക്ലൈമറ്റ് കൺട്രോള്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ ഒക്കെ സ്പോർട്സ് അല്ലേ? അതൊക്കെ ആസ്റ്റാർ തൊട്ട് താഴെയുള്ളതാണ്. ഒരുവിധം എല്ലാം ഫുൾ ഓപ്ഷൻ, എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. എത്ര പറഞ്ഞതിന്? ഇത് 1.5 പറയണു. 1.5 പറയണ റേറ്റ് ആണ്. ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. ഇത് നമുക്ക് ലോണൊക്കെ കിട്ടും? ഇതിന് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? ഡയറക്റ്റ് വരാൻ ചെറിയ എമൗണ്ട് ആണ്. ഇനി ഇതോ? ഇത് 2015 മോഡല്, 16 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. 16 രജിസ്ട്രേഷൻ. അതെ. സിംഗിൾ ഓണർ ആണ്. പെട്രോൾ വേർഷൻ. പെട്രോൾ ആണ്. ഇതിന്റെ പെട്രോൾ ഡീസൽ വരുന്നുണ്ടോ? പെട്രോൾ. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ. ഇതിന് എത്ര പറഞ്ഞ? ഇതിന് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ അല്ലേ? നെഗോഷ്യബിൾ ആണ്. നമുക്ക് പാർട്ടിയായിട്ട് സംസാരിക്കാം, നേരത്തെ ഓണറായിട്ട് സംസാരിക്കുമ്പോൾ വ്യത്യാസം നമുക്ക് ഉണ്ടാവും. നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ. ഇനി ഇതോ? 2006 മോഡൽ സെന്ന്, ചെറിയ എമൗണ്ട് അല്ലേ? 6 മോഡല്, എസിയും പവർ സ്റ്റിയറിംഗ് വരുന്ന സാധാരണക്കാരുടെ ഏറ്റവും വലിയ വണ്ടി. വളരെ ചെറിയൊരു എമൗണ്ട്, നല്ലൊരു വണ്ടി. കുഴപ്പമില്ല. 2028 വർക്കിംഗ് അല്ലേ? 28 വരേക്ക് പേപ്പർ ഉണ്ട്. 28 വരേക്ക് പേപ്പർ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഓണർഷിപ്പ് 2-3 ഉണ്ടാവും അല്ലേ? രണ്ടാമത്തെ ഓണർ. അത്ര ആയിട്ടുള്ളൂ. ഓക്കെ. 80,000 രൂപയാണ് പറയണ വില. 80 രൂപ പറയണേ.
അത് നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തിരിക്കുന്നത് വളരെ കിഡിലായിട്ടുള്ള നല്ലൊരു ഐട്ടൺ ഓട്ടോമാറ്റിക്. ബെസ്റ്റ് ഐട്ടൺ സ്പോർട്സ് ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ, 23,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഒരു 23,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പില് സ്പോർട്സ് വണ്ടിയാണ്. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കളറും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്നു. എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. വണ്ടിയാണ് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു കേട്ടോ വണ്ടി. ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടാൽ നമുക്ക് ഹെഡ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാല് സീറ്റ് ആണെങ്കിലും 400 പവർ വിൻഡ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിനെത്ര പറഞ്ഞു ചേട്ടാ? ഇത് 2,80,000 രൂപയാണ്. 2,80,000 ലോൺ അവൈലബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. സിംഗിൾ ഓണർ ആണ്. 23,000 കിലോമീറ്റർ. നമുക്ക് നമ്മുടെ എടുക്കുന്ന വണ്ടിക്ക് പാർട്ടികൾക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതെ അതെ, എല്ലാ പെട്രോൾ അടിക്കുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. 99% നമ്മൾ ഓടിച്ചു നോക്കി. ഇത് ഇയർ എത്രയാ പറയണേ? 2011 ഡിസംബർ വണ്ടി അല്ലേ? ഓക്കെ ഓക്കെ കേട്ടോ. ഇനി ഇതോ സ്വിഫ്റ്റ് 2012 മോഡലാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? പെട്രോൾ ടോപ്പ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് VXI VXI ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അല്ലെ നല്ല ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോ എത്ര പറഞ്ഞത്? 74. മൈലേജ് ഉള്ള മോഡലാണ്. സ്വിഫ്റ്റിന്റെ മൈലേജ് ഉള്ള മോഡലാണ്. BBT ടെക്നോളജി വന്ന ശേഷം മൈലേജ് ഉള്ള മോഡലാണ്. നമുക്കൊരു 16 എന്തായാലും എത്ര ചേട്ടാ? ഇത് 3.5 ആണ്. 3.5 ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ഇയർ പറഞ്ഞത് 2012 വണ്ടി കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്തതോ? ഇനി 2014 മോഡല്. 14. ഇത് മലയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? മലയിൽ ചെയ്തിട്ടുള്ള 80,000 കിലോമീറ്റർ ആയിട്ടുള്ള കമ്പനി സർവീസ് ആയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഇതും പെട്രോൾ VXI? പെട്രോൾ VXI. പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടിയാണ്. സ്ക്രാച്ച് പോലും ഇല്ല. ആക്സിഡന്റ് സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല. എത്ര പറഞ്ഞ ചേട്ടാ? ഇത് 4,20,000 രൂപ. 4,20,000 രൂപ അല്ലെ? 14 മോഡൽ. നമുക്ക് ലോൺ അവൈലബിൾ ആണ്. നമുക്ക് ലോൺ കിട്ടും, ചെയ്യാൻ പറ്റും. കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ, അത് പോയോ? ഡിസൈർ സെയിലായി. കസ്റ്റമർ ആണ് കേട്ടോ. വണ്ടി സെയിലായി. അത് നമ്മൾ നോക്കിയില്ല. അപ്പുറത്ത് അത് നോക്കില്ല. അതിന്റെ അപ്പുറത്ത് നോക്കി. രണ്ടും നോക്കി. ഓക്കെ, അപ്പൊ നമ്മളെ ഇനിയിപ്പോ ഇതിൽ കാണാത്ത വണ്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അൻഷാണ് സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും. സ്ഥലം കാര്യങ്ങളൊക്കെ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ വടക്കാഞ്ചേരി റൂട്ടിൽ വരുമ്പോ വിയൂര് പള്ളി കഴിഞ്ഞ ശേഷം 50 മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ കാർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഷോറൂം. അത് വിയൂര് പള്ളി, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വിയൂര് പള്ളിയുടെ സൈഡിൽ പള്ളി കഴിഞ്ഞ് ഒരു 50 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. കാർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. 9544456060. താങ്ക് യു ചേട്ടാ. ഓക്കെ.